വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ 6 മലയാളികൾ മരിച്ചു. ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടാണ് അപകടം. അതിരപ്പള്ളി ഭാഗത്ത് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. അതിദാരുണമായിട്ടുള്ള സംഭവം. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ആളുകളുടെ ജീവൻ നഷ്ടമായി. എങ്ങനെയാണ് അപകടമുണ്ടായത്? സ്വാതി, ഇന്ന് വൈകിട്ടാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും വിനോദസഞ്ചാര യാത്രയ്ക്കായി വാൽപ്പാറയിലേക്ക് പോയ കോഴിക്കോട് സ്വദേശികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ 5 പേരിലധികം 6 പേർ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. പൊള്ളാച്ചി വാൽപ്പാറ ദേശീയപാതയിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ, ജീവനോടെയുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട് പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 പേർ മരണപ്പെട്ടു. ശേഷിക്കുന്ന ആളുകൾക്ക് ഗുരുതരമായി ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇവരെയും വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഏതായാലും മരിച്ച കോഴിക്കോട് സ്വദേശികളാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായ വിവരം. അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റ് ഡീറ്റെയിൽസോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി വാൽപ്പാറയിലേക്ക് പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ആളുകളെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും അടക്കമുള്ള നീക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ്. സ്വാതി, വാൽപ്പാറയിൽ വാഹനാപകടത്തിലാണ് 6 മലയാളികൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടാണ് അപകടം. അതിരപ്പള്ളി ഭാഗത്ത് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്. കോഴിക്കോട് സ്വദേശികളാണ് ഈ യാത്രക്കാർ എന്നുള്ളതാണ്. ലെവിൻ, ഒരു സംഘം യാത്രക്കാർ ഒരുമിച്ച് യാത്ര പോകുമ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചതാണോ? ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സമയത്ത് ലഭ്യമാണോ? ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 10-ലധികം ആളുകളാണ് യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 16ഓളം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വാഹനവുമായിരുന്നു. കൊടൈ 13th ബെൻഡിലാണ് അപകടം സംഭവിച്ചത്. അതായത് വാൽപ്പാറയ്ക്ക് സമീപമുള്ള കൊടൈ 13ാം വളവിൽ വെച്ചാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് സൂചനകൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. കേരള പോലീസിന്റെ സംഘങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ വാൽപ്പാറയിലെ കാലാവസ്ഥ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. കേരളത്തിൽ വലിയ ചൂടാണെങ്കിലും ഈ വാൽപ്പാറ എന്ന് പറയുന്ന പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ കാലാവസ്ഥ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ മഴയുണ്ടായിരിക്കാം. അതാണോ അപകടത്തിൽ നിന്നടക്കമുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും കേരള പോലീസിന്റെ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മരിച്ചവരെ കണ്ടെത്താൻ, അവരുടെ ബന്ധുക്കളെ അടക്കം കണ്ടെത്തി കൂടുതൽ വിവരശേഖരണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 6 മലയാളികളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. വാൽപ്പാറയിലാണ് വാഹനാപകടം ഉണ്ടായത്. ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത്.